അപ്പം ഞാനപ്പോൾ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പം കർത്താവ് എന്നെ പറഞ്ഞ്, ഇതാണ് സിംഹക്കുട്ടി. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വരയുന്നില്ലേ, ദൈവ കർത്താവെ അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കേടുണ്ടാകത്തില്ലെന്ന്. സങ്കീർത്തനം 34:10. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. ഇര കിട്ടാതെ വിശന്ന് ചെറുപ്പക്കാർക്ക് ഇത് കിട്ടാതിരിക്കുമല്ല പലപ്പോഴും. അതെ, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് 40 വയസ്സുകാർക്ക് എന്താ വേറെ ഒരു യോഗ്യതയില്ല, ഒന്നിനും കുറവുണ്ടാവുകയില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിലേക്ക് വരുമെന്ന് കഴിഞ്ഞാൽ, അപ്പം ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ കൂടെ കുറേ +2-കാരും PSCക്കാരും അതുപോലെ തന്നെ B2-കാരും ജർമ്മൻ B2-ഉം ഇങ്ങനെ പിന്നെ PT എക്സാം എല്ലാം ഇങ്ങനെ നിൽക്കുകയും അവർക്കെല്ലാം പല പൈസ, അവർക്ക് അതിൻ്റെ അകത്തെല്ലാം പ്രായമുള്ളവരും ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, അപ്പോൾ പല പ്രാവശ്യം എഴുതിയിട്ടുള്ളവരാണ് ഈ ഉടമ്പടി എടുത്തിരിക്കുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്നത്, പിന്നെ നിങ്ങൾ റെഗുലേറ്റ് ചെയ്ത് നോട്ട് ബൈ മെറിറ്റിലേക്ക് വരണം. ഇപ്പം എല്ലാവർക്കും അറിയാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുമെന്ന്. പക്ഷേ ആൾക്കാർ ആക്ടിവേറ്റ് ചെയ്യാൻ താമസിക്കും. എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റ് വെച്ചാൽ ഇനി എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണെങ്കിൽ 100% ഉടമ്പടി എന്തുമാത്രം ഭംഗിയായിട്ട് കൈവിട്ട ഉടമ്പടിയിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അത് ദൈവത്തിനും തോന്നണം അവൻ നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചാണ് ഈ ഉടമ്പടി ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാൽ അപ്പം ഗ്രേസ് വർക്കൗട്ട് ചെയ്യും. പിന്നെ ഒന്നിനും നമുക്ക് കുറവുണ്ടാവത്തില്ല. താങ്ക് യു.